സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കപ്പ പുഴുക്കുണ്ടാക്കാം. അത് എങ്ങനെയെന്ന് നോക്കാം. ഈ 1 കിലോ വലിപ്പമുള്ള കപ്പയെടുത്ത് നമുക്ക് തോല് പൊളിച്ച് വൃത്തിയാക്കി എടുക്കാം. കപ്പയിലേക്ക് ചേർക്കേണ്ട സാധനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. അരമുറി തേങ്ങ ചിരകിയത്, 3-4 പച്ചമുളക്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം, 2 നുള്ളി ജീരകം, ഒരു 5-8 വെളുത്തുള്ളി. ഇവയെല്ലാം ഒന്ന് ഒതുക്കിയെടുക്കുകയാണ് വേണ്ടത്. ഇത് കുറച്ച് വെള്ളമൊഴിച്ച് ഒതുക്കിയെടുത്തതാണ്. ഇനി ഈ ചെറുതായി മുറിച്ച കപ്പയിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കപ്പയുടെ മുകൾ ഭാഗം കണ്ട് വെള്ളമൊഴിക്കണം. എന്നാലാണ് കപ്പ ശരിക്ക് വെന്ത് കിട്ടുക. ഇത് ഒന്ന് നല്ലതുപോലെ തിളച്ച ശേഷം ഊറ്റിയെടുക്കേണ്ട കപ്പയാണ്. കപ്പ ഇങ്ങനെ ഊറ്റി ഉപയോഗിക്കുന്നതാണ് നല്ലത്. കപ്പയിൽ ധാരാളം കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. ഇനി നേരത്തെ കാണിച്ച തേങ്ങയും മറ്റു കൂട്ടുകളും ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. അധികം അരയേണ്ടതില്ല. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ വെള്ളം ഊറ്റിക്കളയാം. ഇങ്ങനെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ ശേഷം നമുക്ക് വീണ്ടും വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കാം. അതും കപ്പയുടെ മുകൾ ഭാഗം കണ്ട് വെള്ളമൊഴിക്കണം. അപ്പോൾ നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കാം. ആ വെള്ളവും ഊറ്റിക്കളഞ്ഞാൽ കപ്പയിലുള്ള ഹൈഡ്രജൻ സയനൈഡ് എന്ന പോയസൺ വെള്ളത്തിൽ കൂടി പുറത്തു പോകും. ഇതിലേക്ക് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇട്ടത്. അതുപോലെ 1.5 ടീസ്പൂൺ ഉപ്പ് കൂടി ഇടണം. ഒന്ന് എല്ലാം ഇളക്കിയ ശേഷം നമുക്ക് സ്റ്റൗവിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇനി വെന്തോ എന്ന് നോക്കാൻ കപ്പ ഒരു സ്പൂണിലെടുത്ത് മുറിച്ച് നോക്കിയാൽ മതിയാവും. അത് കേക്ക് പോലെ മുറിഞ്ഞു വരും. അപ്പോൾ കപ്പ വെന്തു എന്ന് മനസ്സിലാക്കാം. ഇനി ഇതിലെ വെള്ളമെല്ലാം നമുക്ക് ഊറ്റിക്കളയാം. ഇതിൽ തന്നെ വെച്ചാൽ കപ്പ വെള്ളം കുടിക്കും. അത് നല്ലതല്ല, സ്വാദും ഉണ്ടാവില്ല. ഇങ്ങനെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ കപ്പ നമുക്ക് മാറ്റി വയ്ക്കാം.
ഇനി ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടാകുമ്പോൾ ഇതിലേക്ക് 2 നുള്ളി കടുക് ഇട്ട് കൊടുക്കാം. കപ്പ കൊണ്ട് നമുക്ക് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാം. ഇത് ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല. കപ്പയും കഞ്ഞിയും നല്ലതല്ല. അതിൻ്റെ കൂടെ മീനോ ഇറച്ചിയോ കൂട്ടി കഴിക്കുന്നതാണ് നല്ലത്. ഇത് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച തേങ്ങയുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് വേവിച്ച് വെച്ച കപ്പയിട്ട് ഒന്ന് ഉടച്ചെടുക്കാം. കപ്പയിലേക്ക് അരച്ച കൂട്ട് ഒഴിച്ച ശേഷം ഇളക്കി കടുക് വറുത്തിട്ടാലും മതി. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. കപ്പ ഷുഗർ രോഗികൾക്ക് അത്ര നല്ലതല്ല. പഴയ കാലത്ത് ഇത് നാട്ടിൻപുറങ്ങളിൽ സുലഭമായി കഴിക്കുന്ന ഒരു ഭക്ഷണമാണ്. ഒന്ന് നിങ്ങളും ഇത് മറക്കാതെ ഉണ്ടാക്കി നോക്കണം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.